إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും പൂർണ്ണമായും പാലിച്ച് ഈമാനോടെ തഖ്വയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ശക്തമായി തന്നെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ 11 സ്ഥലത്ത് ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ആയത്തുകൾ കാണാം. ഖുർആനിൽ എവിടെയും ലഅല്ലക്കും യുഫ്ലിഹൂൻ അല്ലെങ്കിൽ ലഅല്ലഹും യുഫ്ലിഹൂൻ എന്നൊരു പ്രയോഗമില്ല. അവർ വിജയികളാകാൻ വേണ്ടി എന്നൊരു പ്രയോഗം ഖുർആനിലില്ല. ഖുർആൻ ഡയറക്റ്റായിട്ട് നമ്മളോട് നമ്മുടെ മനസ്സിൽ തട്ടുന്ന വിധം നിങ്ങൾ വിജയിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ഖുർആനിൽ 11 സ്ഥലത്ത് 11 ആയത്തുകൾ അവസാനിക്കുന്നുണ്ട്. ഇഹലോകത്തും പരലോകത്തും വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വിഷയങ്ങൾ പറയുന്നു. ആ വിഷയങ്ങൾ തോൽക്കാൻ ഇടയുള്ള കാര്യങ്ങളാണ്. ഇഹലോകവും പരലോകവും പരാജയപ്പെടാൻ ഇടയാക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ 11 സ്ഥലത്തും അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം വിശ്വാസമാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, വിശ്വസിച്ചവരെ എന്ന് വിളിച്ചിട്ടാണ് അല്ലാഹു തആല ചില ആയത്തുകളൊക്കെ നിങ്ങൾ വിജയിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടുള്ളത്. വിശ്വാസരംഗത്ത് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു പലരും, ഇഹത്തിലും പരത്തിലും. അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന ഒരാൾക്ക്, അള്ളാഹുവിൽ തഖ്വയുള്ള ഒരാൾക്ക്, അള്ളാഹുവിൽ തവക്കുലായി ജീവിക്കുന്ന ഒരാൾക്ക്, അള്ളാഹിന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരാൾക്ക് അള്ളാഹു എനിക്ക് നൽകിയത് തടയാനും തടഞ്ഞത് നൽകാനും ഒരാളുമില്ല, അള്ളാഹുവിൻ്റെ ഖളാഇനെ തടുക്കാൻ ആരെക്കൊണ്ടും സാധ്യമല്ല എന്ന ശക്തമായ ഈമാനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അവനെ തോൽപ്പിക്കാൻ കഴിയില്ല, അവൻ പരാജയപ്പെടൂല. ഇപ്പം നിങ്ങൾ നോക്കി, കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് ഒരു ആലുവ പട്ടണത്തിൽ, ആലുവ നഗരത്തിൽ ഒരു കവർച്ച നമ്മൾ വായിച്ചു, നമ്മൾ അറിഞ്ഞു ആ വിവരം. 40 പവൻ സ്വർണവും 8 ലക്ഷം രൂപയും വീട് കുത്തി തുറന്ന് കള്ളൻ കൊണ്ടുപോയി എന്നാണ് കേസ് വന്നത്. അവസാനം പോലീസ് പരിശോധിച്ച് വന്നപ്പോൾ കിട്ടിയത് എന്താണ് തെളിവ്? അവസാനം പോലീസിന് മനസ്സിലായത് ആ വീട്ടുകാരി തന്നെയാണ്, വീട്ടിലെ പെണ്ണ് തന്നെയാണ് അതിന് കാരണക്കാരി എന്നാണ്.
കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പെണ്ണിനും പെണ്ണിന്റെ കുട്ടികൾക്കൊക്കെ അസുഖമുണ്ട്. അപ്പോൾ ഒരു കൂട്ടുകാരി പറഞ്ഞു കൊടുത്തു, എന്നെ ഉസ്താദിനെ സമീപിച്ചാൽ മതി, അദ്ദേഹം അത് ചെയ്തു തരും, അതൊക്കെ വിട്ടു മാറിക്കൊള്ളുമെന്ന് പറഞ്ഞു. അയാള് ഈ കൂട്ടുകാരുടെ നിർദ്ദേശപ്രകാരം അയാളെടുത്ത് ചെല്ലുകയും അയാൾ ഈ വീട്ടിൽ വരികയും വീട്ടിലെ സ്ഥിതിയൊക്കെ മനസ്സിലാക്കി ഇവിടെ സ്വർണവും പൈസ ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പം അയാളത് ചൂഷണം ചെയ്ത് പതുക്കെ 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 പലതും കവർന്നെടുത്ത് ഭർത്താവ് അറിയാതെ അവസാനം പറഞ്ഞു, ഇനി ഇത് ഭർത്താവ് സ്വർണവും പിന്നെ പൈസയൊക്കെ ചോദിക്കുമ്പോൾ ഒരു അടവ് പറഞ്ഞു കൊടുത്തു ഉസ്താദ് തന്നെ. എന്താണ്, വാതിലൊക്കെ പൊളിച്ചിട്ടിട്ട് രാവിലെ കളവ് നടന്നു, വീട്ടിൽ നിന്ന് പോവുക, എന്നിട്ട് വാതിലൊക്കെ പൊളിച്ചിടുക, എന്നിട്ട് കളവ് നടന്നു എന്ന് പോലീസിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ പരാതി പോയത്. ഇതെങ്ങാനും ഞാനാണിതിന്റെ പിന്നിലെന്ന് പറഞ്ഞാൽ നിനക്കും നിന്റെ കുട്ടിക്കും ജീവൻ നഷ്ടപ്പെടും, നിങ്ങൾക്ക് അപകടം പറ്റും, നിങ്ങൾ മരിക്കും എന്നാണ് ഉസ്താദ് പേടിപ്പിച്ചത്. അതുകൊണ്ടാണ് ആ അബദ്ധത്തിൽ പെട്ടത്. ഇത്തരം എത്ര ചൂഷണങ്ങളാ വിശ്വാസരംഗത്താണ്. ഇഹലോകവും പരാജയപ്പെടും, പരലോകവും നഷ്ടപ്പെടും. ഒന്നാമത്തെ കാര്യം അല്ലാഹു പറഞ്ഞു, നിങ്ങൾ വിജയിക്കാൻ നിങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസമുണ്ടാകണം. അതിൽ ദുർബലമായാൽ നഷ്ടപ്പെടും, പരാജയപ്പെടും. രണ്ടാമത്തെ കാര്യം, അത് പണത്തോടുള്ള അമിതമായ മോഹമാണ്. അല്ലാഹു പറഞ്ഞു, ലാ തഅക്കുലു റിബ അദ്ആഫൻ മുളാഅഫതൻ വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ പലിശ മേൽക്കുമേൽ നിങ്ങൾ തിന്നരുത്, പലിശ ഉപയോഗിക്കരുത്. കാരണം എന്താണ്, നിങ്ങൾ പലിശ നിങ്ങളെ നഷ്ടപ്പെടുത്തും, ഇഹലോകം പരലോകം പരാജയപ്പെടുത്തും. അള്ളാഹനെ സൂക്ഷിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി, വിജയികളാകാൻ വേണ്ടി. രണ്ടാമത്തെ കാര്യം, ഒന്ന് വിശ്വാസമാണ്, രണ്ട് പണത്തോട് അമിതമായ മോഹം വേണ്ട. പലിശ എന്ന് പറയുന്നത് ഇങ്ങനെ മേൽക്കുമേൽ ഇങ്ങനെ ഉണ്ടാകാനുള്ള പണത്തോടുള്ള അത്യാർത്തി കൊണ്ടാണ് പലപ്പോഴും പലിശയിലേക്ക് പോകുന്നത്. ഇനി ചില ആൾക്കാരൊക്കെ ജീവിതത്തോടുള്ള അത്യാർത്തി കൊണ്ട്, സൗകര്യങ്ങളോടുള്ള അത്യാർത്തി കൊണ്ട് പലപ്പോഴും തൻ്റെ വരുമാനത്തേക്കാൾ അപ്പുറം ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ലോൺ എടുത്ത് അതിൽ പോയി വീണു പോവുകയാണ്. പരാജയത്തിന്റെ രണ്ടാമത്തെ കാര്യം, ഇഹലോകവും പരലോകവും തോൽക്കാനുള്ള രണ്ടാമത്തെ കാര്യം പണത്തോടുള്ള അമിതമായ ആഗ്രഹമാണ്. അതിനാണ് അല്ലാഹു തആല പരീക്ഷയിലേക്ക് ചേർത്തി ആ കാര്യം പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം കുടുംബമാണ്. മനുഷ്യൻ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന വലിയൊരു മേഖലയാണ് കുടുംബം. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഒരു വീട് അയാൾക്ക് അത്രയും വിശാലതയുള്ളതായി തീർന്നാൽ ആ അള്ളാഹ് പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഒരു കാരണമായിട്ട് റസൂൽ പഠിപ്പിച്ച സംഗതിയാണ്. വീട് വിശാലാകുക എന്ന് പറഞ്ഞാൽ കൊട്ടാരാകുക എന്നല്ല. നമുക്കെല്ലാവർക്കും ആ കാര്യം അറിയാം. ഒരു വീട് എങ്ങനെ ആയിരിക്കണമെന്ന് അള്ളാഹും റസൂലും പറഞ്ഞിട്ടുണ്ട്. വീട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മളെ വരുമാനത്തിനനുസരിച്ച്, ഒരു റൂമാണോ 2 റൂമാണോ 4 റൂമാണോ എത്ര അംഗങ്ങളാണ് അതിനനുസരിച്ച് നമ്മളെ സ്ഥിതിക്കനുസരിച്ച് വീട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ആ വീട് എങ്ങനെയുള്ള വീടാകണം എന്ന്, അത് ചെറുതാവട്ടെ വലുതാവട്ടെ കൊട്ടാരാവട്ടെ, വീട് എങ്ങനെയാകണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ല നമ്മുടെ വീടെങ്കിൽ നമ്മൾ തോറ്റുപോകും, പരാജയപ്പെടും. ജാഹിലിയത്തിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ദുൽഹജ്ജ് പറഞ്ഞാൽ പിന്നെ ആൾക്കാരും മരത്തുകൂടെ പോവില്ല, മരത്തുകൂടെ വരൂല, മതിൽ ചാടിക്കടന്നും ബാക്കിന്റെ വാതിലൂടെ വരും. ജാഹിലിയ കാലത്ത് ഹജ്ജ് മാസം പറഞ്ഞാൽ ആൾക്കാർ അങ്ങനെ വരിക. ഈ കാര്യത്തെക്കുറിച്ച് അല്ലാഹ് പറഞ്ഞു, വലൈസൽ ബിർറു ബി അൻ തഅ്തുൽ ബുയൂത മിൻ ളുഹൂരിഹ, വീടിന്റെ പിറകുവശത്തു കൂടി വന്ന് കയറലല്ല പുണ്യം എന്ന് പറഞ്ഞാൽ. വലാകിന്നൽ ബിർറ മനിത്തഖ, പുണ്യം എന്ന് പറഞ്ഞാൽ തഖ്വയുള്ളവരാവുക. വഉത്തുൽ ബുയൂത മിൻ അബ്വാബിഹ, വീട്ടിലേക്ക് വരുമ്പം അതിന്റെ ഒറിജിനൽ വാതിലിലൂടെ നിങ്ങൾ വരിക. വത്തഖുല്ല, അല്ലാഹനെ സൂക്ഷിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നവരാകാം, വിജയിക്കാൻ വേണ്ടി, വിജയികളാകാൻ വേണ്ടി. ഇവിടെ വഉത്തുൽ ബുയൂത മിൻ അബ്വാബിഹ എന്ന് പറഞ്ഞതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. വീടിന്റെ വാതിലിലൂടെ വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേവലം ഒരു വാതിലിലൂടെ പ്രവേശിക്കാന്ന് മാത്രമല്ല, മറിച്ച് ഒരു വീട് എങ്ങനെയാകണം അതുപോലെ ആകണം എന്നാ പണ്ഡിതന്മാർ പറഞ്ഞു. ആ വീട് എങ്ങനെയാകണം? ബുയൂത്ത് ഹൈരിൻ വ ബറക്ക, ബുയൂത്ത് ഹിദായത്തിൻ വ തഖ്വ, ബുയൂത്ത് സിതിരിൻ വ സിഹ, ബുയൂത്ത് സആദത്തിൻ വ ഫറഹ, ബുയൂത്ത് മഗ്ഫിറത്തിൻ വ റഹ്മ, ബുയൂത്ത് തുമഇനീനത്തിൻ വ റാഹ, ബുയൂത്ത് നജാഹിൻ വ ഫലാഹ്, ബുയൂത്ത് തസ്ബീഹിൻ വ ഇസ്തിഗ്ഫാരിൻ. അർത്ഥം പറയേണ്ട, എല്ലാവർക്കും ഇതിനർത്ഥം മനസ്സിലാവും. ഇതാണ് വഉത്തുൽ ബുയൂത മിൻ അബ്വാബിഹ എന്ന് പറഞ്ഞാൽ. ആ ഒരു വീട് എങ്ങനെയാകണം, ആ വീട്ടിലെ അംഗങ്ങൾ എങ്ങനെയാകണം, ഒരു വീട്ടിൽ എന്തൊക്കെ ഉണ്ടാകണം, അതൊക്കെ ഉണ്ടാകണം. ഇല്ല എങ്കിൽ ആ വീട്ടിലെ ജീവിതം പരാജയമായിരിക്കും. വീട്ടിലെ ജീവിതമാണ് ലഹരിയാകേണ്ടത്. സിറിഞ്ച് കുത്തിക്കയറ്റലോ നാവിൻ്റെ ചൂണ്ടിലും വെക്കലോ ഒന്നല്ല, മറിച്ച് ജീവിതം ഒരു ലഹരിയാകണം. അതെങ്ങനെ ലഹരിയാകുക? വീട് ആസ്വദിക്കാൻ കഴിയണം, കുടുംബത്തിലെ ജീവിതം ആസ്വദിക്കാൻ കഴിയണം. എവിടേക്കാ ഇന്ന് എത്തിയത്?
ഇന്ന് നമ്മുടെ തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. നാലാമത്തെ കാര്യം, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ ബൈസിർ വൽ അൻസാബു വൽ അസ്ലാം. എല്ലാവർക്കും അറിയാത്ത മദ്യം, കള്ള്, ലഹരി, ചൂതാട്ടം തുടങ്ങിയ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു രിജ്സും മിൻ അമലി ഷൈത്താൻ, ഷൈത്താന്റെ പ്രവൃത്തിയാണ്, മ്ലേച്ഛമായതാണ്. ഫജ്തനിബൂഹു, പൂർണ്ണമായും ഒഴിവാക്കണം. വീട്ടിൽ നിന്നും പോകണം, നാട്ടിൽ നിന്നും പോകണം. വീട്ടിൽ നിന്നും പോകണം, നാട്ടിൽ നിന്നും പോകണം, മനസ്സൊന്നും പോകണം. ഫജ്തനിബൂ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. നാലാമത്തെ കാര്യം. ഇത് രണ്ട് ചേർത്ത് നോക്കൂ നിങ്ങൾ. ഇന്ന് വീട്ടിലെ അവസ്ഥകൾ എന്താ? ഒരു വീടിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന കാര്യം എന്താ? ഉമ്മയുടെ കഴുത്തറുത്തിട്ട് അയൽവക്കത്തുനിന്ന് കത്തി വാങ്ങി കൊണ്ടുവന്ന് വെട്ടിയിട്ടും പോലീസുകാരുടെ മുന്നിൽ ഒരു വികാരമില്ലാതെ നിർവികാരനായിട്ട് മകൻ പറഞ്ഞത് ജനിപ്പിച്ചതിനുള്ള പ്രതിഫലം തന്നതാണെന്നാണ് പോലീസുകാരോട് പറഞ്ഞത്. എങ്ങനെയാണ് അതങ്ങനെ വന്നത്? നമ്മൾ ആലോചിക്കണം. ഒരു അധ്യാപകന്റെ റൂമിൽ ചെന്ന്, പ്രിൻസിപ്പളെ റൂമിൽ ചെന്ന് ഞാൻ കൊല്ലുമെന്ന് ആക്രോശിച്ചത് നമ്മൾ കണ്ടു. ഇതൊന്നും കുട്ടികളെ നമ്മൾ കുറ്റപ്പെടുത്തി പറയണ്ട. മറിച്ച് ഇവരൊക്കെ എങ്ങനെ അങ്ങനെ ആയത് അതുകൂടി നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ ആലോചിച്ച്, ആരാണ് ഉമ്മ? ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉമ്മ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ എൻ്റെ മകൻ വെള്ളം കുടിച്ചിട്ടുണ്ടാകോ, എൻ്റെ മകൻ വല്ലതും തിന്നിട്ടുണ്ടാകോ എന്ന് ചിന്തിക്കുന്ന ലോകത്ത് ഒരേ ഒരാൾ നമ്മളെ ഉമ്മയാണ്. അമീർ ഷുഅറ അഹമ്മദ് ഷൗക്കിയുടെ ഒരു കവിത ഉണ്ട്, കൽബുൽ ഉമ്മാന്റെ ഹൃദയം എന്ന് പറഞ്ഞിട്ട്. അതിൽ അദ്ദേഹം ഒരു കവിത പറയുന്നുണ്ട്. ആ കവിത എങ്ങനെയാണ്? ഒരു അറിവില്ലാത്തൊരു ചെറുപ്പക്കാരനെ ഒരാൾ പറഞ്ഞ് വശീകരിച്ചിട്ട് പറഞ്ഞു, ഉമ്മാനെ കൊന്നിട്ട് ഉമ്മാന്റെ ഹൃദയം കൊണ്ടുപോയി തന്നാൽ അവയവങ്ങൾക്കൊക്കെ വലിയ വിലയാണ്, ദീനാറും ദിർഹമും തരാമെന്ന് പറഞ്ഞു. പ്രലോഭിപ്പിച്ചു. അങ്ങനെ ഒരു കത്തി കടാരെടുത്തിട്ട് ഉറങ്ങണ ഉമ്മാന്റെ നെഞ്ച് കുത്തിപ്പിളർത്തിയിട്ട് ആ ഹൃദയം ഒരു ബോട്ടിലാക്കിയിട്ട് മുഖം ഓടുകയാണ്. ഓടുന്ന സമയത്ത് കല്ലിൽ തട്ടി വീണുപോയി. കല്ലിൽ തട്ടി വീണപ്പം അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം, കവിന്റെ ഭാവന. അദ്ദേഹം പറയാണ്, നാദാഹു കൽബുൽ ഉമ്മി വഹുവ മുഅഫിറുൻ വലദി ഹബീബി ഹൽ അസാബക മിൻ ദറർ. ഉമ്മാന്റെ ഹൃദയം ഏറ്റുമ്പം പോവുക, പിന്നെ ദുനിയാവ് ദീനാർ ദിർഹം കിട്ടാൻ വേണ്ടിയിട്ട് പോവുക. പോകുമ്പം കല്ലിൽ തട്ടി വീണപ്പം ആ ഹൃദയം പുറത്തേക്ക് തെറിച്ചു പോയിട്ട് അതിൻ്റെ ഉള്ളൊരു ശബ്ദ എന്താ, വലദി ഹബീബി, മോനെ, പൊന്നാര മോനെ, ഉമ്മാന്റെ കുട്ടി വീണപ്പം ഉമ്മാന്റെ കുട്ടിക്ക് വല്ലതും പറ്റിയോന്ന് ആലോചിച്ച് നോക്കിയത് നിങ്ങൾ. അതാണ് ഉമ്മന്റെ മനസ്സാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ചത് 80 വയസ്സുള്ള ഒരു ഉമ്മാനെ അടിച്ച് ആക്രമിച്ചൊരു പോലീസ് വന്ന് അയൽവാസികൾ പരാതി പറഞ്ഞ് പോലീസ് കൊണ്ടുപോകുമ്പം 50 വയസ്സായ മകൻ 80 വയസ്സായ ഉമ്മ പറയാ, പൊന്റെ മക്കളെ, കുട്ടീനെ ഒന്നും ചെയ്യരുത് കേട്ടോ, അവനൊരു പാവാണെന്നാ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം വർക്കലയിൽ ഇതുപോലെ മാതാവിനെ ആക്രമിക്കാൻ വേണ്ടി ആക്രമിച്ച പോലീസ് വന്നപ്പോഴും ഉമ്മ അതാ പറഞ്ഞത്, എൻ്റെ മോൻ പാവാണ്, ഉമ്മാനെ മക്കളൊന്നും മോനെ ഒന്നും ചെയ്യരുത് കേട്ടോന്ന്. നോക്കൂ നിങ്ങൾ, ഉമ്മാരെ മനസ്സാണ് ആ പറഞ്ഞത്. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് സഹോദരങ്ങളെ? ഒരു ജീവിതം ശരിക്കും ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹുവും അവൻ്റെ റസൂലും എന്താണോ പറഞ്ഞത് അതുപോലെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. ലഹരി വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ വന്ന് ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, MDMA അതൊരു 2 പഞ്ചസാര തരിയോളം വലിപ്പുള്ള സാധനം എന്നാ. പഞ്ചസാര തരിയോളം വലിപ്പുള്ള 2000 രൂപയാണ് ആ ഒരു തരിക്ക് വില. അത് മൂക്കിലൂടെയോ ചെവിയിലൂടെയോ നാവിലൂടെയോ ഒരു മനുഷ്യന്റെ ശരീരത്തിലെത്തിയാൽ, ഒരു കുട്ടിന്റെ ശരീരത്തിലെത്തിയാൽ 48 മിനിറ്റിനുള്ളിൽ ആ കുട്ടി അതിന് അടിമയായി തീരുന്ന. ആലോചിക്കണം. 48 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് അത് കിട്ടിയില്ലെങ്കിൽ ആ കുട്ടി ഭ്രാന്തരാകുന്ന. കൊല്ലും, ഉമ്മയെ കൊല്ലും, വാപ്പയെ കൊല്ലും, എല്ലാവരും കൊല്ലും. സഹോദരങ്ങളെ, ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ കുട്ടികളെ കുറ്റപ്പെടുത്താൻ മാത്രമല്ല വേണ്ടത്, മറിച്ച് ചേർത്ത് പിടിക്കണം. നമ്മളെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നാൽ ആൺകുട്ടിയാവട്ടെ പെൺകുട്ടി, അവരെ മുഖത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അവർക്ക് സന്തോഷമാണോ ദുഃഖമാണോ, എന്താണ് അവരെ മനസ്സിലുള്ളത്. പോകുന്ന വഴിയിൽ വരുന്ന വഴിയിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. ഇന്നത്തെ കാലത്ത് കുട്ടികൾ പഠിച്ചോ, സയൻസ് പഠിച്ചോ, കെമിസ്ട്രി പഠിച്ചോ, ഇംഗ്ലീഷ് പഠിച്ചോ എന്ന് പരിശോധിക്കുന്നതിനപ്പുറം ഈ ഇംഗ്ലീഷിൻ്റെയും കണക്കിൻ്റെയൊക്കെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ, നോട്ട് ബുക്കിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് പരിശോധിക്കണം. ആദ്യം പഠിച്ചോ നോക്കണം മുമ്പ്. ആ കുട്ടികളെ ചേർത്ത് പിടിച്ച് ജാഗ്രതയോടുകൂടി ജീവിച്ചിട്ടില്ലെങ്കിൽ, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, അവരെ വരവും പോക്കും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, 4:30 മണിക്ക് വീട്ടിലെത്തേണ്ട കുട്ടി 4:35 ശ്രദ്ധിക്കണം.
ആൺകുട്ടികൾ മാത്രമല്ല, ഇന്ന് കരിയർമാർ കൂടുതലും പെൺകുട്ടികളാണ്. ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? നമ്മൾ ആലോചിക്കണം. ഇതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത, എന്ന ഒരു ബോധം നമുക്കുണ്ടാകണം. 9 വയസ്സുകാരന് ഉമ്മാനെ ബലാത്സംഗം ചെയ്തത്, 17 വയസ്സുകാരൻ ഉമ്മയെ തീ കൊളുത്തിക്കൊന്നത്, വാപ്പാന്റെ കാല് അടിച്ച് കാല് മുറിച്ച് നെഞ്ചത്ത് കയറിയിരുന്ന് കത്തികൊണ്ട് കുത്താൻ വേണ്ടി ശ്രമിച്ചത്. സഹോദരങ്ങളെ, ഇതൊക്കെ ഉള്ളിൽ ലഹരി എന്നപ്പോഴാണ്. ഈ നമ്മൾ പൊന്നാനിക്കടുത്ത് ഒരു സ്ഥലത്ത് അവിടെ ഉണ്ടായ വിഷയം എന്താണ്? വെളിയങ്കോട് ഇതേ വിഷയം ഉണ്ടായി. പിതാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നത് വെളിയങ്കോട് ഭാര്യയും ഇവന്റെ ഭാര്യയും മരുമകളും നോക്കി നിൽക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം ഈ മരിക്കണം മനുഷ്യൻ ചോദിച്ചിട്ട് എടുത്തു കൊടുത്തില്ല എന്നാ പറഞ്ഞത്. മരണസമയത്ത് വെള്ളം പോലും കൊടുക്കാൻ തയ്യാറായില്ല. ചിന്തിക്കണ സഹോദരങ്ങളെ. ഞാൻ ഓതി വെച്ച ആയത്ത് അല്ലാഹ് പറയാണ്, സൂറത്ത് മാഇദയിലെ 100-ാമത്തെ ആയത്ത്. കുൽ നബിയെ പറയുക, ലാ യസ്തവിൽ ഹബീസ് വത്വയ്യിബു, നല്ലതും ചീത്തയും സമല്ല. വലു അഅജബക കസ്റത്തുൽ ഹബീസ്, ചീത്ത എത്ര, അതിന്റെ ആധിക്യം എത്ര കൂടിയാലും ശരി, ഇതൊക്കെ ഇല്ലാത്ത കാലമുണ്ട്, അക്കാലത്ത് അങ്ങനൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെടേണ്ട. ഫത്തഖുല്ലാ, അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കാൽ. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം. അതുകൊണ്ട് നിരന്തരമായി സഹോദരൻ അള്ളാഹനെ ഓർത്തുള്ളൊരു ജീവിതം നമ്മളെ വീട്ടിൽ നമ്മളെ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അള്ളാഹു പറഞ്ഞു, വദ്കുറുല്ലാഹ കസീറൻ, ധാരാളം അള്ളാഹനെ ഓർക്കുക, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. അതേപോലെ വദ്കുറു ആല അല്ലാഹ്, അള്ളാഹന്റെ അനുഗ്രഹങ്ങളെ ഓർക്കുക, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, റുക്കഉ വസ്ജുദു, സുജൂദും റുക്കൂഉം ചെയ്യുക, വഅബ്ദു റബ്ബക്കും, റബ്ബിനെ ഇബാദത്ത് ചെയ്യുക, ഫഫ്അലുൽ ഖൈറ, ഖൈറുകൾ ധാരാളം ചെയ്യുക, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. എന്താണ് ഈ ആയത്ത് പറഞ്ഞത്? ജുമാക്ക് ഒരു മക്കളെ കൊണ്ടുവരണം. ജുമാ കഴിഞ്ഞ് വദാ ഖുദിയത്തി സ്വലാത്ത് ഫന്തശിറു ഫിൽ അർളി വബ്തഗു മിൻ ഫദ്ലില്ലാ വദ്കുറുല്ലാഹ കസീറൻ. എന്തിന്? ലഅല്ലക്കും തുഫ്ലിഹൂൻ, വിജയിക്കാൻ വേണ്ടി. നമ്മൾ വർക്കഉ വസ്ജുദു, വർക്കഉ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കഉ മഅ റാഖിഈൻ, ജമാഅത്തിന് പള്ളിയിൽ കൊണ്ടുവരണം, നിസ്കരിക്കണം. ഇബാത്തുൽ ഫഫഅലുൽ ഖൈറ, എന്താ ഏറ്റവും ഖൈറ ഏതാ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിക്കുന്നിടത്ത് നമ്മളെ മക്കളുണ്ടാകണം, അവിടേക്ക് കൊണ്ടുവരണം. ഇസ്ലാമിക ദഅവ രംഗത്ത് നമ്മളെ മക്കളുണ്ടാകണം, ആ മക്കളെ ചേർത്ത് പിടിക്കണം, നമ്മൾ കൊണ്ടുവരണം. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, ഏ മുഅ്മിനീങ്ങളെ നിങ്ങൾ എല്ലാവരും തൗബ ചെയ്യേ. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ, വിജയിക്കാൻ വേണ്ടി. ഈ ആയത്ത് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള കാരണവും പരിഹാരവും പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആയത്താ. ഈ ആയത്തിലെ തുടക്കം, ഈമാനുള്ളവരെ കണ്ണു താഴ്ത്തണമെന്നാ, മുഅ്മിനീങ്ങളെ കണ്ണു താഴ്ത്തണം, ആണിനോടും പെണ്ണിനോടും. എന്നിട്ട് പെണ്ണിനും മാന്യമായ വേഷം, മാന്യമായ വസ്ത്രം, ഇസ്ലാമിക വേഷം ധരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവിടെയാണ് എല്ലാ ലൈംഗിക അരാജകത്വങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു കാമുകനെ കൊന്ന് തൂക്കുകയർ വിധിക്കപ്പെട്ടൊരു പെണ്ണ് കഴിഞ്ഞ ആഴ്ചക്ക് ശേഷം നമ്മുടെ നാട്ടിലുണ്ടായി, തൂക്കുകയർ വിധിക്കപ്പെട്ടത്. ഇതിൻ്റെയൊക്കെ വിഷയം എന്താ? ഇന്ന് ദുരാചാരങ്ങൾ, അരാജകത്വം, ലൈംഗികത അതിരില്ലാതെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. അതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ ഓരോ വീട്ടിനകത്തും റൂമുകളിലും ഇതുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. നന്മക്ക് വേണ്ടി ആഗ്രഹിച്ച്, സമാധാനത്തിന് വേണ്ടി ആഗ്രഹിച്ച് ജീവിക്കുന്ന കാലം നമുക്ക് എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ല എന്നതല്ല, ഉള്ളതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയണം. ഈ ദുനിയാവിലെ ജീവിതം പരാജയപ്പെടുന്ന ജീവിതമാകരുത്. എങ്കിൽ മാത്രമേ, ഇവിടെ വിജയിക്കാൻ പറ്റിയവർക്ക് മാത്രമേ പരലോകത്തും വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് കൂടി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്ത് അറാഫിലെ 69-ാമത്തെ ആയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി നിയോഗിച്ചതുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറയുന്നുണ്ട്. അവിടെ അല്ലാഹ് പറയാണ്, അവ അജിബ്തും അൻ ജാഅക്കും ദിക്റും മിർ റബ്ബിക്കും അലാ റജുലിൻ മിൻകും ലിയുൻദിറക്കും. ആ ആയത്ത് അവസാനിക്കുന്നത് ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് പറഞ്ഞിട്ടാ. നിങ്ങളിൽ നിന്ന് തന്നെ ഒരാളെ
അള്ളാഹ് പറയാണ്, നിങ്ങൾക്ക് താക്കീത് നൽകുന്ന ഒരു പ്രവാചകനായി നിയോഗിച്ചപ്പോൾ നിങ്ങൾ കേവലം അതൊരു ആശ്ചര്യമുള്ള കാര്യമായിട്ട് സ്വീകരിക്കുകയാണോ, നിങ്ങൾ അത്ഭുതം കൂറുകയാണോ എന്ന് ചോദിക്കുകയാണ്. അള്ളാഹിന്റെ റസൂൽ ഒരിക്കലും നമുക്കൊരു അത്ഭുതപ്പെടാൻ, ഒരു അത്ഭുത വസ്തുവായിട്ട് അജിബത്തും എന്നല്ല ചോദിക്കണത്. അങ്ങനെയല്ല. അള്ളാഹിന്റെ റസൂൽ സന്ദേശമാണ്. ഇസ്രാഉം മിഅ്റാജും ഒരു വലിയ ദൃഷ്ടാന്താണ്. നബിയുടെ ഹിജ്റയ്ക്ക് മുമ്പ്, ഹിജ്റയുടെ 2 കൊല്ലം മുമ്പ്, ആ കൊല്ലത്തിനൊരു പ്രത്യേകത ഉണ്ട്. ആമുൽ ഹുസ്ൻ എന്നറിയപ്പെടുക. നബിന്റെ ഭാര്യ ഖദീജ ബി വഫാത്തായ കൊല്ല, അബൂ താലിബ് വഫാത്തായ കൊല്ലാണ്. റസൂൽ ഭയങ്കര ദുഃഖത്തിലായിരുന്നു. ആ സമയത്താണ് റസൂലുള്ളാഹിക്ക് ഒരു സന്തോഷം, റസൂലുള്ളാഹിക്ക് ഒരു യാത്ര, മസ്ജിദുൽ ഹറമയിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കും മസ്ജിദുൽ അക്സയിൽ നിന്ന് 7 ആകാശത്തേക്കും. ഈ ഇസ്രാഇനെ പറ്റി മിഅ്റാജിനെ പറ്റി അല്ലാഹ് പറഞ്ഞത് ലിനുരിയഹു മിൻ ആയാത്തിന, നമ്മുടെ ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ലഖദ് റഅ മിൻ ആയാത്തി റബ്ബിഹിൽ കുബറ, റബ്ബിന്റെ വമ്പിച്ച ദൃഷ്ടാന്തങ്ങൾ കാണാൻ വേണ്ടി എന്ന് അല്ലാഹ് പറഞ്ഞു. ഇസ്രാഇനെ പറ്റി മിഅ്റാജിനെ പറ്റിയും അല്ലാഹ് ഖുർആനിൽ പറഞ്ഞു. ഒന്ന് സൂറത്ത് ഇസ്രാഇന്റെ ആദ്യ ഭാഗം, മറ്റേ സൂറത്ത് നജ്മിലും അല്ലാഹു തആല പറഞ്ഞു. റജബ് 27 പ്രാമാണികമായൊരു തെളിവുമില്ല ഇസ്രാ മിഅ്റാജും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റിട്ടില്ല, സഹാബികൾ നോമ്പ് നോക്കാൻ കൽപ്പിച്ചിട്ടുമില്ല, സഹാബികൾ ആരും നോമ്പ് നോറ്റിട്ടുമില്ല, എന്തെങ്കിലും ഒരു പ്രത്യേക ആചാരങ്ങളോ ഇബാദത്തുകളോ കൽപ്പിച്ചിട്ടുമില്ല. മറിച്ച് ഇസ്രാഉം മിഅ്റാജും നടന്നു, അത് സത്യമാണ്. അതിൽ ചില പാഠങ്ങളുണ്ട്, ആ പാഠങ്ങൾ പഠിക്കണമെന്ന് സത്യവിശ്വാസികളോട് അല്ലാഹ് പറയുകയും ചെയ്തു. എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ അല്ലാഹനെ സൂക്ഷിക്കുക. വബ്തഗു ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ തേടുക. വജാഹിദു ഫീ സബീലി, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം സ്വീകരിക്കുക. അത് ഏതിലൂടെ? സുന്നത്തിലൂടെ, ബിദ്അത്തിലൂടെ അല്ല. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം സ്വീകരിക്കാൻ പറഞ്ഞത് സുന്നത്തുകളിലൂടെ, റസൂൽ കൽപ്പിച്ച കാര്യങ്ങളിലൂടെ, റസൂൽ ചെയ്യാത്ത ബിദ്അത്തുകളിലൂടെ അല്ല അള്ളാഹിലേക്ക് അടുക്കേണ്ടത്. ഇന്ന് ജനങ്ങൾ ദീനിയായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നതൊക്കെ അവർ നിർമ്മിച്ചുണ്ടാക്കിയതാ. തിങ്കളാഴ്ച നോമ്പ്, വ്യാഴാഴ്ച നോമ്പ്, അയ്യാമുൽ ബീദിന്റെ നോമ്പ്, ഈ നോമ്പൊന്നും നോൽക്കാത്ത ആൾക്കാരാണ് ഈ മിറാജിന്റെ നോമ്പ് എന്നാണ് നോൽക്കണത്. ആലോചിച്ച് നോക്കി നിങ്ങൾ. സുന്നത്തായി കൽപ്പിക്കപ്പെട്ട നോമ്പുകളുണ്ട്, ആ നോമ്പുകളാണ് നോൽക്കേണ്ടത്. റസൂല പഠിപ്പിച്ച ഇബാദത്തുകളാണ് ചെയ്യേണ്ടത്, അതല്ലാത്ത ഇബാദത്തുകളല്ല ചെയ്യേണ്ടത്. അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി എന്ന് അള്ളാഹു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സുന്നത്തുകൾ ചെയ്യുക, ധാരാളം സുന്നത്തുകൾ ചെയ്യുക, അമൽ സാലിഹത്തിൽ വർദ്ധിപ്പിക്കുക, നമ്മളെ മക്കളെയൊക്കെ അത് ശീലിപ്പിക്കുക. നന്മകൾ നമ്മൾ ആദ്യം ചെയ്യുന്നവരാകുക, എന്നിട്ട് മക്കൾക്ക് നമ്മൾ റോൾ മോഡലുകളായിട്ട് മാറുക. നന്മയിലേക്ക് അവരെ കൊണ്ടുവരിക, അവരെ ചേർത്ത് പിടിക്കുക. ചീത്ത പറയണ്ട, ശാസിക്കണ്ട, അവരെ നമ്മൾ ഉപദ്രവിക്കണ്ട, മറിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുക, അവരുടെ വിഷമങ്ങൾ നമ്മളെ, സങ്കടങ്ങൾ നമ്മളറിയുക. പരീക്ഷ സമയം ആരംഭിക്കും. ഇനി പരീക്ഷയുടെ ഒരു സമയമാണ് ഇപ്പം. 10ാം ക്ലാസ്സിലും സ്കൂളുകളിലൊക്കെ +1 +2 തുടങ്ങിയിട്ട് കോളേജുകളൊക്കെ പരീക്ഷയുടെ സമയമാണ്. ഇപ്പൊ കുട്ടികൾക്ക് ധാരാളം മനസ്സിന് സംഘർഷങ്ങൾ വരാൻ സാധ്യതയുള്ള സമയമാണ്. ഈ സമയത്ത് വാപ്പാര് പുറത്തുപോയി അങ്ങാടി പോയി സുറച്ചിരിക്കല്ല വേണ്ടത്. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ വേഗം വീട്ടിലേക്ക് വരിക, വീട്ടിൽ വന്ന് മക്കളെ ചേർത്ത് പിടിക്കുക, മക്കൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ പഠനത്തിൽ സഹായിക്കുക, അവർക്ക് സന്തോഷവും സമാധാനം കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്ത് അവരെ കൂടെ ഇരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയുക. അങ്ങനെ നല്ല മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ആ മക്കൾ അങ്ങനെ ആകാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക. എങ്കിൽ സഹോദരങ്ങൾ, ഇഹലോകത്തും പരലോകത്തും നമുക്ക് വിജയിക്കാൻ കഴിയും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് നല്ല മക്കളെ കിട്ടും. മരിച്ചാലും നമ്മളെ മറക്കാത്ത ആ മക്കൾ എത്ര കാലം ജീവിക്കുമോ അത്രയും കാലം വാപ്പാനെ ഓർക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വാപ്പാനെ മറക്കാതെ റബ്ബിഗ്ഫിർലീ വലിവാലിദയ്യ എന്ന് പ്രാർത്ഥിക്കുന്ന, എനിക്കും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും പുറത്തു കൊടുക്കണം പടച്ചോനെ എന്ന് നമ്മളെ മറക്കാതെ പ്രാർത്ഥിക്കുന്ന നല്ല മക്കളെ നമുക്ക് അള്ളാഹു തആല തരും. ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടുപോർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات واحياهم منهم والاموات انك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار. اللهم اشف مرضانا ومرضى المسلمين. اللهم ارحم موتانا وموتى المسلمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.